വോട്ട് രേഖപ്പെടുത്തി നമ്മളടുത്ത് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. മഞ്ച LMA LPS എന്ന് പറയും. അവിടെ ഞാൻ രാവിലെ പോയി ഞാനും ഷിവിയും കൊണ്ട് രാവിലെ പോയിട്ട് വോട്ട് ചെയ്തു. രാവിലെ തന്നെ ഒരു 8 മണിയാകുമ്പം പോയി. കേസ് നിലവിൽ ഇത് കണ്ടില്ലേ, ഇന്നലെ കുറ്റപത്രം കൊടുത്തായിരുന്നു. കുറ്റപത്രം കൊടുത്തിട്ട് എത്രയും പെട്ടെന്നൊരു കുറ്റപത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമായി. അല്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റപത്രം കൊടുത്തത് ഏറ്റവും നന്നായി. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം ജാമ്യം കിട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ വലിയൊരു പ്രശ്നമായിട്ട് പോകും. പ്രശ്നമായിട്ട് വന്ന് ചിലപ്പോൾ ഇവരത്തെ കിട്ടാൻ തന്നെ കിട്ടൂല ഈ കുറ്റവാളികളുടെ കൂടെ. ഇപ്പം നിലവിൽ അന്വേഷണം നല്ലവണ്ണം നടക്കുന്നുണ്ട്. നല്ലവണ്ണം തന്നെ പോട്ടെ, അതാണ് നല്ലത് നമ്മൾ ആഗ്രഹിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇത് സഹായമോ അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടോ ഒന്നും കിട്ടുന്നില്ല. അവർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ CBIയിലോട്ട് പോയത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല അന്വേഷണമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അനുകൂല നിലപാടുകൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും CBIയിലോട്ട് പോവില്ല. CBIയിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ നല്ലവണ്ണം അന്വേഷിക്കുന്നുണ്ടെന്നത്. സർക്കാർ നമുക്ക് ന്യായമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് CBIയിലോട്ട് പോയത്. CBIയിലാണ് നമുക്ക് വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം സർക്കാരിന് നമ്മളിപ്പോൾ ഓരോ ഇലക്ഷന് വരുമ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഇന്ന ഒരു പാർട്ടി ജയിക്കണം, അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നത്, ഞാനും അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന ഒരു പാർട്ടി ജയിക്കണം എന്നുള്ള ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല. നല്ലൊരു പാർട്ടി ജയിക്കും, അതൊരു കാര്യം. നല്ല പ്രവർത്തിക്കുന്നവർ ജയിക്കും. ഞാൻ ഇപ്രാവശ്യം ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മോനെ സിദ്ധാർത്ഥനെ അവനാ ചെയ്തത്. അവൻ്റെ സഹപാഠിയുണ്ട്, അവൻ്റെ സീനിയേഴ്സ്, പിന്നെ അവൻ്റെ അധ്യാപകർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ അവിടുത്തെ യൂണിയനിൽ ആ കോളേജിലെ പൂക്കോട് കോളേജിലെ ആ യൂണിയൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ചേർന്നായിട്ട് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവം, അത് ഞാൻ വിചാരിച്ച് ഇനി ഇങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ അവനെ കൊന്ന ഒരു പാർട്ടി ഇനി ഒരിക്കലും ഈ കേരളത്തിൽ എന്നൊന്നല്ല ഇന്ത്യയിലെ പാടില്ല. അവരിനി ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി ജയിക്കണം, ഒരു പാർട്ടി തോക്കണം എന്നുള്ളത് എല്ലാവരും ചിന്തിക്കും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ജയിക്കണമെന്നല്ല, എൻ്റെ മോനെ കൊന്ന ഈ ഒരു തീവ്രവാദി എന്നുള്ള ഈ ഒരു പാർട്ടി ഇനി ഒരു കേരളത്തിലേ വരാൻ പാടില്ല. അത് ഞാനാ തുടങ്ങി വെച്ചു എന്ന് പറയാം വേണമെങ്കിൽ, എൻ്റെ മനസ്സിൽ. അല്ല, പാർട്ടിപരമായിട്ടല്ല. അങ്ങനെ അവരിനി വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. ബാക്കിയുള്ളവരെയും കൂടെ രക്ഷപ്പെടുത്തണം. എനിക്ക് ബാക്കി കുട്ടികളെയും കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഈ ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ അവർ വല്ല ക്യാമ്പസിലോ ജീവിക്കുന്നവരെയും കൂടെ ആ കുട്ടികളെ എനിക്ക് രക്ഷപ്പെടുത്തണം, ബാക്കിയുള്ളവർ. അതുകൊണ്ട് ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് കരുതിയാൽ മതി. അല്ലാതെ യവന്മാരൊക്കെ പറയുമ്പോഴുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമല്ല. ഞാനാണ് തുടങ്ങി വെച്ചത് ഈ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് കണക്ക് ഞാനൊരു ജീവൻ രക്ഷാ പ്രവർത്തനം തുടങ്ങി വെച്ചു. ഈ നശിച്ച പാർട്ടിയെ, ഈ നശിച്ച ഒരു വർഗത്തിനെ ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തുരത്തി വിടണം. അതിനുവേണ്ടി ഞാനൊന്ന് തുടങ്ങി വെച്ചെന്നുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വന്നതല്ലേ, അറിഞ്ഞില്ലല്ലോ. അപ്പം മോന ആദ്യത്തെ വോട്ടായിരുന്നു. അപ്പം ഞാനും മോനും കൂടെ പോകാനിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് പോകാമോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് മിക്കവാറും കാണൂലല്ലോ നാട്ടിൽ. അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാ. അതെ 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 അത് ഉറപ്പായിട്ടായിരിക്കുമല്ലോ. അത് ഉറപ്പാണ്. സർക്കാരിനെതിരാണെന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾ ദ്രോഹിച്ചത്, ഏറ്റവും നല്ല രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരായിരുന്നു. ആദ്യം പോലീസ് അന്വേഷണം ദ്രോഹിച്ച് അതിനെ അട്ടിമറിച്ചൊരു പരിവാക്കി. ഞാനും ഷീബയും അവൻ്റെ അമ്മയും എല്ലാവരും കൂടെ തന്നെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നതാണ് സർക്കാർ ഈ പോലീസ് അന്വേഷണം. അങ്ങനെ പോലീസ് അന്വേഷണം ഈ സർക്കാർ അതിനെ അട്ടിമറിച്ച് ഒരു നാശമാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ CBIയിലോട്ട് പോയി. CBI അന്വേഷണം എത്രയും കഴിയാൻ പറ്റുമോ എത്രയും കഴിയുന്നിടത്തോളം അവർ ലേറ്റാക്കി വെച്ചു. എത്രയും കഴിയുന്നിടത്ത് ഈ സർക്കാർ അതിനെ അട്ടിമറിച്ച് ലേറ്റാക്കി അങ്ങ് വെച്ചു.
കഴിയുന്ന അവർ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരെയെങ്കിലും ഇത് കൊണ്ടുപോകണം, ഇലക്ഷൻ വരെയെങ്കിലും ഇത് അന്വേഷണം കൊണ്ടുപോകണം, അന്വേഷണം CBIക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ അവിടെ കൊടുക്കേണ്ട ഡൽഹിക്ക് അയക്കേണ്ട സാധനം, ഡൽഹിക്ക് അയക്കേണ്ട ഈ ഒരു ലിസ്റ്റ്, പ്രൊഫോമ ലിസ്റ്റും അതിന് ബാക്കിയെല്ലാം കൂടെ കൊച്ചിയിൽ അയച്ചിട്ട്, മനഃപൂർവ്വം കൊച്ചിയിൽ അയച്ചിട്ട് നമ്മളോട് പറഞ്ഞു അയച്ചിട്ടുണ്ട്, CBIയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ CBI നമ്മൾ ആലോചിക്കുമ്പോഴാണ് CBIയിൽ അന്വേഷിച്ചിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമ്പോഴേ വീണ്ടും പറയണം നിങ്ങൾ പോയി ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്നു. അപ്പോൾ CBI നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത്, അപ്പോഴാണ് പറയുന്നത് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിക്കുമെന്ന്. അപ്പോഴും ഞാൻ ആലോചിച്ച്, ഞാൻ വിളിച്ചത് എവിടെ, ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ CBIയുടെ ഓഫീസ്, അല്ലാതെ നമ്മൾ മീൻ മാർക്കറ്റിലല്ലല്ലോ ഞാൻ വിളിച്ചത്. വീണ്ടും അവർ പറയുന്നു ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കൂ, അവിടെ ലാഘവത്തോടെ ചിരിച്ചും കൊണ്ട് പറയാം. ഇതെല്ലാം കൂടെ അറിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൽഹിയിൽ അയക്കേണ്ട സാധനം കൊണ്ട് കൊച്ചിയിൽ അയച്ചിട്ട് വീണ്ടും വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുക, മനഃപൂർവ്വം താമസിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കണം ഈ സർക്കാർ. നമ്മൾ എങ്ങനെയെങ്കിലും അവനെ കൊന്നത് പോരാ, കൊന്നവരെ രക്ഷപ്പെടുത്തുകയും വേണം. അതിലും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഇന്നലെ കണ്ടായിരുന്നു ശശീന്ദ്രനാഥ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ BCയുടെ സസ്പെൻഷൻ ശരിവെച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഈ VCയെ രക്ഷിക്കാനായിട്ട് ഈ സർക്കാർ സത്യവാങ്മൂലം പോയിരിക്കുക കഴിഞ്ഞ ആഴ്ച. അതൊന്നും ആർക്കും അറിയില്ല. VCയെ രക്ഷപ്പെടുത്താനായിട്ട് സർക്കാർ സത്യവാങ്മൂലം പോയിട്ടുണ്ട്. VC കുറ്റക്കാരനില്ല, VC ഒരു കുറ്റവും ചെയ്തിട്ടില്ല, VCയെ രക്ഷിക്കണമെന്ന്. ഈ VC ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ മകനെ മരിച്ചിട്ട് അവന്മാർ കൊന്നു കഴിഞ്ഞിട്ട് അന്നേ ദിവസം പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അവിടുത്തെ വൈത്തിരി ഹോസ്പിറ്റലിൽ, സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുക. ഈ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന അതേ ദിവസം ഈ ശശീന്ദ്രനാഥ് VC ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഇൻ്റർവ്യൂ, ഇടതുപക്ഷ സംഘടനയുടെ ഈ അധ്യാപകരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്താണ്, അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഇൻ്റർവ്യൂ. അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ അവർക്കുള്ള വോട്ട് ഉറപ്പിക്കണം. അതിനുള്ള ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേ ദിവസം 150-150 ബിരിയാണി അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യക്തമായിട്ടുള്ള രേഖ നമ്മളെ കയ്യിലുണ്ട്, ബിരിയാണി എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളതുണ്ട്, അവിടെ ആരൊക്കെ എത്ര അധ്യാപകർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം VC ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മോൻ്റെ പോസ്റ്റ്മോർട്ടം ആ സമയത്ത് വൈത്തിരി ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായ ഡേറ്റ് പറയണമെങ്കിൽ സെപ്റ്റംബർ 19, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19, 10-11 മണിയായപ്പോൾ. ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന ആ VCയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവസാനം VCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് മൃഗസംരക്ഷണ വകുപ്പിൽ അവർ പറയുക, ആ മന്ത്രി പറയുക VC ഏറ്റവും നല്ലതാണ്, VC തുടലിൽ, VC പാവമാണ്. അപ്പോൾ എല്ലാ രീതിയിലും എൻ്റെ മകനെ കൊന്നത് മാത്രമല്ല, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും കൂടെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവരെ ഈ ബാക്കിയുള്ള കുറ്റവാളികളെയും കൂടെ. അപ്പോൾ ഈ ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കണോ, ഞാൻ പ്രതികൂലമായിട്ട് നിൽക്കണോ? അവൻ സർക്കാരിൻ്റെ വിദ്യാർത്ഥി സംഘടന SFI ആണല്ലോ കൊല വിളിച്ചത്. എന്നിട്ട് അവരെയാണല്ലോ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ കിടക്കണത്. അപ്പോൾ ഈ സർക്കാർ കിടക്കണമെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്ന് മാത്രമല്ല, ഈ നശിച്ച വർഗം തീർന്നു കിട്ടണം. അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കാരിനെതിരെ തന്നെയാണ് അവൻ ചിന്തിക്കുന്നത്. കാര്യം പറഞ്ഞാൽ അവന് പാർട്ടിപരമായിട്ടല്ല, ഞാൻ എപ്പോഴേ പറഞ്ഞു പാർട്ടിപരമായിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്, ഈ നശിച്ച സർക്കാരിനെതിരെ. അത് അത്രയേ ഉള്ളൂ. അവരാണ് നമ്മളെ എൻ്റെ മോനെയും കൊന്നിട്ട് സമാധാനമാവാതെ കൊല വിളിച്ചവന്മാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത്. അതിനായിട്ട് തന്നെയാണ് ഇപ്പം അവർക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത്, അമ്മയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത്.